തലസ്ഥാന നഗരത്തെ ഭക്തിസാന്ദ്രമാക്കി ആറ്റുകാൽ പൊങ്കാല. ലക്ഷക്കണക്കിന് ഭക്തരാണ് ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിച്ചത്. പൊങ്കാല നിവേദിച്ചതിന് പിന്നാലെ മനം നിറഞ്ഞ് മടങ്ങുകയാണ് ഇപ്പോൾ ഭക്തർ. സ്മിത ഹരിദാസ്, ഒപ്പം മേഘ്ന മുരളി, സുജിത് എന്നിവർ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ആദ്യം സ്മിത ഹരിദാസിലേക്ക്. സ്മിത, അങ്ങനെ ആറ്റുകാൽ ക്ഷേത്രത്തിലെ ഇത്തവണത്തെയും പൊങ്കാല മഹോത്സവം അത് പൂർത്തിയാവുന്നു. നിവേദ്യം ദേവിക്ക് സമർപ്പിച്ചതോടുകൂടി എല്ലാ പ്രതീക്ഷകളും അതിന്റെ സഫലീകരണം നടന്നു എന്ന വിശ്വാസത്തിലാണ് ഭക്തർ മടങ്ങുന്നത്. വലിയ ഭക്തജന തിരക്കുണ്ടായ ഇടം ഇപ്പോൾ എന്താണ്? അവിടുത്തെ ശുചീകരണ തൊഴിലാളികളൊക്കെ ആരംഭിച്ചിട്ടുണ്ടോ? വിവരങ്ങൾ എന്താണ്? പ്രജിൻ, തിരക്കിന് ഒരു കുറവില്ല ഇപ്പോഴും എന്നുള്ളതാണ്. ഞാൻ ഈ നിൽക്കുന്നത് നടക്കൽ തന്നെയാണ്. നടക്കൽ ഈ പണ്ടാര അടുപ്പിന് തൊട്ടുപുറകിലായിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഇത് കണ്ടോ, എത്ര ഭക്തരാണെന്ന് നോക്കുന്നത്. അമ്മ എവിടെന്നാ? ഞാൻ ടൈറ്റാനിയം ഷവർ ടൈറ്റാനിയം എല്ലാ വർഷവും രാവിലെ വന്ന് ഇന്നലെ ഇതോണൊക്കെ നിന്നിട്ട് അമ്മ അങ്ങ് പോയി തൊഴാനൊത്തില്ല. ഇപ്പോഴും വന്നു മക്കളെ, വന്നപ്പം തൊഴാനൊക്കെ കയറാൻ പറ്റുന്നില്ല. എന്തോ ഭയങ്കര ചൂടങ്ങ് ഇങ്ങോട്ട് വന്നപ്പോ. ഉണ്ട്, എല്ലാ വർഷവും വരാറുണ്ട്. അമ്മ എല്ലാ അമ്പലങ്ങളും പോയി കഴിക്കും. അമ്മ എല്ലാ അമ്പലങ്ങളും പോയി കൈയെടുക്കും. എനിക്ക് 2 പെൺമക്കളാ. അമ്മയുടെ ഭർത്താവ് 33 വയസ്സായപ്പോൾ മരിച്ച്. മോളെ പോലെ 2 പെൺപിള്ളേർ, 2 പേരെ അയച്ച്. പല്ലേ ഇതിലല്ല, ഒരു മോക്ക് തയ്യല്ല, ഒരു മോള് ഇങ്ങനെ ഇരിക്കും. അമ്മയോട് പറഞ്ഞാൽ അമ്മ കേൾക്കും. അമ്മ കേൾക്കും, അമ്മയുടെ എന്റെ സങ്കടം കേൾക്കും. മക്കളെ, ചേച്ചി വാ പോലെ ചോദിക്കട്ടെ വിശേഷങ്ങള്. ചേച്ചി ഇവിടെ നിൽക്കുക. നമ്മുടെ ക്യാമറ എവിടെയാ? ചേച്ചി എവിടെന്നാ വരുന്നേ? കൊല്ലത്തുനിന്ന്. ഇപ്പൊ തൊഴുവാൻ വന്നതാണോ? അപ്പൊ പൊങ്കാല ഇട്ടോ? എവിടെയായിരുന്നു പൊങ്കാലക്കാലം? ഊരായിരുന്നോ? നല്ല ചൂടില്ലേ? അതിന്റെ കൂടെ എന്തെങ്കിലും ഉണ്ടാക്കിയാ? പൊങ്കാലയുടെ കൂടെ ചിലരൊക്കെ വേറെ പലഹാരങ്ങളൊക്കെ. എവിടെന്നാ വന്നേ? കൊല്ലത്തുനിന്ന്. കൊല്ലം എങ്ങനെയാ വന്നത്? ട്രെയിനിൽ വന്നത്? ചിന്നക്കടയ്ക്ക് കിഴക്ക്. എല്ലാ കൊല്ലവും വരും? എല്ലാ കൊല്ലം 10-40 കൊല്ലം കൊണ്ടേ വരുന്നുണ്ട്. അത് ഈ വർഷം കണ്ണൊക്കെ ഓപ്പറേഷൻ ചെയ്തോണ്ട് വരുന്നില്ലെന്ന് വിചാരിച്ചതാ. എന്നിട്ട് സമയം എടുത്ത് വന്നപ്പോ വന്നോളാം അമ്മയ്യ. എന്റെ കണ്ണൊക്കെ സുഖമാക്കി തരണമെന്ന് പ്രാർത്ഥിച്ചോണ്ട് പോയി. എപ്പോ തിരിച്ചു പോകും? 3 മണിയാവും വണ്ടി വരാൻ. പ്രജൻ കണ്ടില്ലേ, ഒരുപാട് പേര് അവർക്ക് ക്യൂവിൽ നിന്ന് ദർശനം നടത്താൻ പറ്റാത്തവർ ഇവിടെ വന്ന് നിന്നൊന്ന് പ്രാർത്ഥിച്ചിട്ട് പോകുന്നു. അതുപോലെ രാവിലെ തൊഴുതതാണ്, ക്ഷേത്രത്തിനകത്ത് കയറി ദേവിയെ കണ്ട് തൊഴുതതാണ്. പക്ഷേ പൊങ്കാല സമർപ്പണത്തിന് ശേഷം, നൈവേദ്യം സമർപ്പിച്ചതിന് ശേഷം ഒന്നുകൂടി ദേവിയെ കാണാൻ വന്നിരിക്കുന്നു. എന്താ അമ്മയുടെ പേര്? ബേബി. എവിടുന്നാ? ചിറയൻകീഴ്. എല്ലാ വർഷവും വരും അല്ലേ? ഇവിടെ വർഷം വരും. 13.5 വയസ്സ് തൊട്ട് വരുന്നു. ആണോ? അപ്പൊ ഇപ്പൊ എത്ര കൊല്ലായി? ഇപ്പൊ 60ാമത്തെ വയസ്സാണ്. ഇപ്പോഴും ഇല്ല, മുടങ്ങി. അമ്മ മരണപ്പെട്ടപ്പോ മനപ്രയാസം കൊണ്ടൊക്കെ അസുഖങ്ങൾ വന്നപ്പോൾ മുടങ്ങി. മിനിഞ്ഞാന്ന് അമ്മയെ വന്ന് തൊഴുതപ്പോൾ അമ്മ ശരീരത്തിന് ബലം തന്ന് ഇന്ന് ഞാൻ ഇവിടെ ഈ സന്നിധിയിലെത്തി പൊങ്കാല സമർപ്പിച്ചു. ചേച്ചി കാസർഗോഡ്. പേര് പത്മാവതി. മൂക്കുത്തി നല്ല ഭംഗി. ഞാൻ ആറ്റിങ്ങ പെരുങ്കുഴി. പേരെന്താ? പേര് ശാന്തകുമാരി. എല്ലാ കൊല്ലം ഇവിടെ വരുമോ? എല്ലാ വർഷവും വരും. 10-20 വയസ്സായപ്പോഴേ വരുന്നുണ്ട്. ആണല്ലേ? അങ്ങനെയാണ് പ്രജിന, എല്ലാ വർഷവും വരുന്നു. എത്ര വർഷങ്ങളാണ് നമ്മൾ പറയില്ലേ, 3 പതിറ്റാണ്ടാലും മതി വരൂല അമ്മീന്. ഉത്സവവും പൊങ്കാല ദിവസവും അമ്മയെ കണ്ടാലും കൊതി തീരില്ല. അതാണ് ഇവിടെ നിൽക്കുമ്പോൾ നമുക്കും അത് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അവരുടെ ആ ഒരു മനസ്സൊക്കെ കണ്ട്, എഴുന്നള്ളത്തും കണ്ട്, അമ്മ മധുരയ്ക്ക് പോണത് കണ്ടിട്ടേ പോകത്തുള്ളൂ ഞാൻ. കേട്ടോ, ഈ അമ്പലത്തിലെ ക്ഷേത്രത്തിലെ എല്ലാ ചടങ്ങുകളെ കുറിച്ചും കൃത്യമായിട്ട് അറിയാം. ഇനി നടക്കാനിരിക്കുന്നത് കുത്തിയോട്ടാണ്. ഭഗവാന്റെയും ഗണപതിയുടെയും മുരുകന്റെയും എല്ലാ ദേവാദിദേവന്മാരുടെ എല്ലാം അമ്മ വരം ചോദിച്ചിട്ടാ അവിടെ നിന്ന് മധുരയ്ക്ക് യാത്രയാവുന്നത്. ആ കഥ മൊത്തം കേട്ട് ഇവിടെ ഇരുന്നിട്ടാ ഞാൻ പോകുന്നത്. അപ്പൊ അങ്ങനെ 4 വർഷം കൊണ്ട് അങ്ങനെ തന്നെ. ക്ഷേത്രത്തിൽ ഒരുപാട് വർഷങ്ങളായിട്ട് വരുന്ന ഭക്തരുണ്ട്, ആദ്യമായി വരുന്നവരുണ്ട്, പലവട്ടം ആഗ്രഹിച്ചിട്ട് വരാൻ പറ്റാതെ ഇത്തവണ വരാൻ സാധിച്ചവരുണ്ട്. കൂടെ പോകും. പറഞ്ഞാലും തീരാത്ത വിശേഷങ്ങളാണ് പൊങ്കാലയെ കുറിച്ച് ഇവിടെയുള്ളത്. ഈ എന്താ പറയാ, അനന്തപുരി തികച്ചും ഈ പൊങ്കാല നഗരിയായി മാറുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. ഇന്ന് വൈകിട്ട് വരെ ഇവരുടെ ഇങ്ങനെ മടങ്ങിപ്പോക്കും. അതിലുള്ള എനിക്ക് ഇവിടുന്ന് അമ്മച്ചി എനിക്ക് വലിയൊരു ആരം തന്നിട്ടുണ്ട്. ഞാനത് കൊണ്ട് വീട്ടിൽ ഇട്ടിട്ടുണ്ട്. എനിക്ക് പഞ്ചായത്തിൽ നിന്ന് വീട് കിട്ടിയിട്ടുണ്ട്. ഞാൻ വർഷങ്ങളോളം അമ്മച്ചിക്കിൻ്റെ കൂട്ടായ്മയായിട്ട് വരും. പോറ്റുമാർക്ക് കൊടുക്കുന്ന ഭക്ഷണങ്ങൾ കഴിഞ്ഞോടെ വയറ് നിറയെ കഴിച്ച് ഈ തവണയും കഴിക്കണമെന്ന്. കണ്ടോ പ്രജിൻ, എനിക്ക് ഭയങ്കര സ്നേഹം തോന്നുന്നു. എന്നോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രജിൻ. അതാണ് ഇവിടെ നിന്നുള്ള വിശേഷങ്ങൾ. മനസ്സിലാക്കാം. എന്തായാലും ആ രീതിയിൽ 40 വർഷമൊക്കെ ആയി മുടങ്ങാതെ വരുന്ന ഭക്തരാണ് അവിടെ ഉള്ളത്. ഇപ്പോൾ അവർ തിരികെ പോകാനുള്ള ഒരുക്കത്തിൽ കൂടിയാണ്. എന്തായാലും ഇത്തവണ കൂടി ഇങ്ങനെ പൊങ്കാലിടാൻ സാധിച്ചതിലെ അതിൻ്റെ സന്തോഷമെല്ലാം പങ്കുവെക്കുകയാണ് ഭക്തർ.